KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റഫീഖ് നരിക്കുനി. ആദ്യം പ്രധാന വാർത്തകൾ. കൽക്കരിപ്പാടം ഇടപാടിൽ വീഴ്ച പറ്റിയെന്ന സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ കുറ്റസമ്മതം. ഗാഡ്ഗിൽ രാഷ്ട്രീയം CPM-ൽ പുകയുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS-ഉം നടപ്പാക്കരുതെന്ന് പിണറായി വിജയനും അഭിപ്രായപ്പെട്ടതോടെയാണ് വിവാദങ്ങൾ രൂക്ഷമായത്. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രോഫ് സമ്മിറ്റ് നാളെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 19-ന് കോഴിക്കോട് നടക്കുന്ന മീലാദ് സമ്മേളനം വിജയിപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ ഉലമ തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. കൽക്കരിപ്പാടം ഇടപാടിൽ വീഴ്ച പറ്റിയെന്ന സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ കുറ്റസമ്മതം. അറ്റോർണി ജനറൽ GE വഹൻവത്തിയാണ് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയതായി ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിന് മുമ്പാകെ ഏറ്റുപറഞ്ഞത്. കൽക്കരിപ്പാടം ഇടപാട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്താമായിരുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതിന് പിറകെയാണ് കേന്ദ്ര സർക്കാരിന്റെ കുറ്റം ഏറ്റുപറച്ചിൽ. കൽക്കരിപ്പാടം അനുവദിച്ചത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാട് 3 ആഴ്ചക്കുള്ളിൽ അറിയിക്കാമെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് കൽക്കരിപ്പാടങ്ങൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ കൽക്കരിപ്പാടങ്ങൾക്ക് ലൈസൻസ് വിതരണം ചെയ്ത നടപടിക്രമത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു. ഇടപാട് കുറെ കൂടി സുതാര്യമാകേണ്ടിയിരുന്നു. സംസ്ഥാനങ്ങളുമായി ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടിയിരുന്നു. എന്നാൽ ഇത് ഉണ്ടായില്ലെന്നും ഇതൊരു വീഴ്ചയാണെന്നും സമ്മതിക്കുന്നു. അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ ലൈസൻസ് ഉപയോഗിച്ച് ലേലം പിടിച്ച കമ്പനികൾക്ക് കൽക്കരിപ്പാടങ്ങളിൽ ഖനനം നടത്താൻ കഴിയില്ലെന്നും അതിന് സംസ്ഥാന സർക്കാരുകൾ അടക്കം മറ്റ് നിരവധി ഏജൻസികളിൽ നിന്നും ലൈസൻസുകൾ ആവശ്യമുണ്ടെന്നുമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ കൽക്കരിപ്പാടം അനുവദിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നായിരുന്നു മധ്യപ്രദേശ്, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. CAG പാർലമെന്റിന് നൽകിയ റിപ്പോർട്ടനുസരിച്ച് ഇടപാടിൽ 1.25 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി സർക്കാർ അനുമതി നൽകിയ കൽക്കരിപ്പാടങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച 3 പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഗാഡ്ഗിൽ രാഷ്ട്രീയം CPM-ൽ പുകയുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും നടപ്പാക്കരുതെന്ന നിലപാടുമായി പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ എതിർത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷ CPM വെച്ച് പുലർത്തുന്നതിനിടെയാണ് കസ്തൂരിരംഗനേക്കാൾ കൂടുതൽ മേഖലകളിൽ ഗുരുതരമായി കർഷകരെ ബാധിക്കുന്ന ഗാഡ്ഗിൽ വേണമെന്ന വാദവുമായി VS രംഗത്തിറങ്ങിയിരിക്കുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തിരുത്തി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്ന് പറഞ്ഞ പിണറായി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ തള്ളിക്കളയണമെന്നാണ് പാർട്ടി നിലപാടെന്നും വ്യക്തമാക്കി. ഈ 2 റിപ്പോർട്ടുകളെയും എതിർക്കുന്നതാണ് പാർട്ടി നയം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനേക്കാൾ കർഷകർക്ക് ദോഷകരമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടെന്നും പിണറായി പറഞ്ഞു. പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന നിലപാട് പാർട്ടിക്കുള്ളതാണ്. എന്നാൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള നയം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ റിപ്പോർട്ടുകൾക്ക് പകരമായി പുതിയ കമ്മിറ്റിയും പുതിയ റിപ്പോർട്ടും ആവശ്യമാണ്. പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും മറ്റു മേഖലകളിൽ നിന്നുള്ളവരുമാകണം പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടേണ്ടത്. ജനസംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന റിപ്പോർട്ടാണ് നടപ്പിലാക്കേണ്ടത്. പരിസ്ഥിതി അനുമതിക്ക് റെഗുലേറ്ററി കമ്മിറ്റി വരുത്തുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാക്കുമെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി. കൊയിലാണ്ടിക്കടുത്ത് ചെങ്ങോട്ടുകാവിൽ വനിതാ സഹകരണ സംഘം കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ തനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടുപിന്നാലെ VS തിരിച്ചടിച്ചു.
പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് നടപ്പാക്കേണ്ടതെന്നും ഇതിൽ തനിക്ക് ഒരാശയക്കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ദോഷകരമായതും കൂടുതൽ പ്രദേശങ്ങളിലുള്ള കർഷകരെ ബാധിക്കുന്നതുമായ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ചൊവ്വാഴ്ച നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭ വിട്ടിറങ്ങുന്നതിന് മുമ്പുള്ള പ്രസംഗത്തിൽ അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രതികരണമാണ് വി.എസ്. തിരുത്തിയത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ ആദ്യം എതിർക്കാതിരുന്ന CPM പിന്നീട് മലയോര മേഖലകളിലെ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് നിലപാട് മാറ്റിയത്. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തുടക്കത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വി.എസ്. സ്വീകരിച്ചത്. ഇപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ പിണറായി വിജയനും വി.എസും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അത് CPM-ൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 35 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറ്റക്കൊലയാണ് സംഭവം. തളിപ്പറമ്പ് അൽമഹർ സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 8 വിദ്യാർത്ഥികളെ പരിയാരം മെഡിക്കൽ കോളേജിലും 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തിടനാട് ബൈക്ക് മറിഞ്ഞ് 2 +2 വിദ്യാർത്ഥികൾ മരിച്ചു. കാളകെട്ടി അച്ചാമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് മറ്റൊരു അപകടം നടന്നത്. കായംകുളം SMA കോളേജ് ജംഗ്ഷനിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മന്ത്രിമാരും മാഫിയകളും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതി. സോളാർ കേസിലെ പ്രതി സരിത എസ് നായർക്ക് ജയിലിൽ സർക്കാർ ചെലവിൽ ബ്യൂട്ടീഷ്യനുണ്ടോ എന്നും കോടതി ചോദിച്ചു. സലീം രാജ് ഉൾപ്പെട്ട കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ അന്തിമവാദം കേൾക്കവെയാണ് ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് സർക്കാർ അഭിഭാഷകനോട് ഇക്കാര്യം ചോദിച്ചത്. മന്ത്രിമാരുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സരിത നായരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഓരോ തവണ കോടതിയിൽ ഹാജരാകുമ്പോഴും സരിത എസ് നായർ ഓരോ സാരിയാണ് ധരിക്കുന്നത്. ജയിലിൽ കഴിയുന്നവർക്ക് വിരലിലെണ്ണാവുന്ന വസ്ത്രങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിരിക്കെ സരിതയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും സാരി ലഭിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. സരിതയ്ക്ക് എത്ര സാരിയുണ്ടെന്നും അത് എവിടെ നിന്നാണെന്നും ചോദിച്ച കോടതി അവരെ സാധാരണ വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിച്ചാൽ മതിയെന്നും വ്യക്തമാക്കി. സരിതയ്ക്ക് സാരി സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ടോ എന്നും അവർക്ക് ജയിലിൽ സർക്കാർ ചെലവിൽ ബ്യൂട്ടീഷ്യനുണ്ടോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇങ്ങനെയെങ്കിൽ ആളുകൾക്ക് ജയിലിൽ പോകാൻ ഒരു മടിയുമുണ്ടാകില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും കോടതി പറഞ്ഞു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സരിതയെ എന്തിനാണ് പുതുപ്പള്ളി വഴി കൊണ്ടുപോയതെന്നും കോടതി ചോദിച്ചു. അമേരിക്കൻ ഇന്റർനെറ്റ് ഭീമനായ ഗൂഗിളുമായി സഹകരണം ഉണ്ടാക്കേണ്ടതില്ലെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനുമായി സഹകരിക്കാൻ ഗൂഗിൾ സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വേണ്ടെന്ന് വെച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി.എസ്. സമ്പത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ H.S. ബ്രഹ്മ, S.N.A. സൈദി എന്നിവർ പങ്കെടുത്ത യോഗത്തിന്റേതാണ് തീരുമാനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവര കൈമാറ്റത്തിനാവശ്യമായ രേഖകൾ ചെയ്യാനാണ് ഗൂഗിൾ പദ്ധതി മുന്നോട്ട് വച്ചിരുന്നത്. തുടർന്ന് ഗൂഗിളുമായി ഇക്കാര്യത്തിൽ കരാർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ വിവരങ്ങളൊന്നും ഗൂഗിളിന് കൈമാറിയിട്ടില്ല. ഗൂഗിളുമായി സഹകരിക്കുന്നതിനെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം വെട്ടുകാട് ഭാഗത്ത് റെയിൽവേ പാളത്തിൽ വിള്ളൽ. ഇതിനെ തുടർന്ന് കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വിള്ളൽ ഉടൻ പരിഹരിക്കുമെന്ന് അറിയിച്ചു. ഇന്ന് രാവിലെ നാട്ടുകാരാണ് വിള്ളൽ കണ്ടെത്തിയത്. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രോഫ് സമ്മിറ്റ് നാളെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് ഹിദായ പബ്ലിക് സ്കൂൾ ക്യാമ്പസിൽ പ്രകീർത്തനം സെഷനോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. 11 രാവിലെ 9 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 200ഓളം പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 2000ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ധാർമ്മിക അപജയങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ ബോധവത്കരിക്കലും സാമൂഹിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കലുമാണ് പ്രോഫ് സമ്മിറ്റിന്റെ ലക്ഷ്യം. കവാടം, ഇസ്ലാം, ആത്മായനം, ആദർശം, കർമ്മശാസ്ത്രം, സാമൂഹ്യ വിചാരം, ചിന്തനം, കർമ്മവീതി, ചരിത്രപദം, ആസ്വാദനം, പ്രകീർത്തനം, ബോധനം, വിധായി തുടങ്ങിയ വിവിധ സെഷനുകൾ നടക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവരുടെ ബാഗേജിന്റെ തൂക്കം വെട്ടിക്കുറച്ചിരുന്നത് പുനഃസ്ഥാപിച്ച എയർ ഇന്ത്യയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് ICF മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അതേസമയം സൗജന്യ ബാഗേജ് 30 കിലോ ആക്കി വർദ്ധിപ്പിച്ചത് താൽക്കാലികമാണെന്നത് ആശങ്കാജനകമാണ്.
അത് സ്ഥിരമാക്കുക വഴി കേരള ജനസംഖ്യയുടെ 10% വരുന്ന പ്രവാസികളോട് സർക്കാരും എയർ ഇന്ത്യ അധികൃതരും കരുണ കാണിക്കണമെന്നും ICF ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സയ്യിദ് ആറ്റുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ മീറ്റിംഗ് SY സംസ്ഥാന സംഘടനാകാര്യ സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 19-ന് കോഴിക്കോട് കടപ്പുറത്ത് SY സംഘടിപ്പിക്കുന്ന മീലാദ് സമ്മേളനം വിജയിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ മുശാവറ ആഹ്വാനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പണ്ഡിതരും സമ്മേളന പ്രചാരണത്തിൽ സജീവമാവുകയും സാന്നിധ്യം ഉറപ്പുവരുത്തുകയും വേണമെന്ന് മുശാവറ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കാപ്പാട് ഉമർ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ഓമശ്ശേരി പുത്തൂരിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ വിഘടിത ആക്രമണം. പുത്തൂർ അങ്ങാടിയിൽ സ്ഥാപിച്ച SSFന്റെയും SYSന്റെയും ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം പരസ്യമായി പകൽ സമയത്ത് വിഘടിതർ തകർത്തിരുന്നു. ഇത് അന്വേഷിച്ചു ചെന്ന സുന്നി പ്രവർത്തകരെ വിഘടിതർ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. ഹിദായത്ത് നടക്കാട്ടിൽ, മുഹമ്മദ് UP ഷാഫി എന്നീ SSF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ KMIC വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. KMIC വാർത്തകൾ ഇനി ഇന്ത്യൻ സമയം നാളെ രാത്രി 11 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. KMIC ന്യൂസ് ടൈമിൽ ഉൾപ്പെടുത്തേണ്ട വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com, www.sunniOnlineClass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. സാധാരണ നമുക്ക് ലഭിക്കാറുള്ളത് പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി